السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട ചങ്ങായിമാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ റമദാന്റെ ഒന്നാമത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു മണിക്കൂർ ഒരു ഗಂಟೆಗಳು മാത്രം ബാക്കിയായിട്ടുള്ളേ. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോട് കൂടിയിട്ട് റമദാന് സ്വാഗതമായിട്ട് വന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിന്റെ പുണ്യൊരു മാസമായിട്ട് കിടന്നാണ് റമദാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഈ ഭാഗ്യ കിട്ടല. വിശിഷ്യ കളിച്ചു പോയ ആൾമാർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടാണ്. അതായത് ഞാൻ നേരത്തെ ഓർത്ത പോലെ റമദാന് 2 തിങ്കൾ മുന്നോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനുಗೋಸ್ಕರ ദുആർന്നത്, പടച്ചവനെ നീ റജബിലും ഷാബാനിലും ബർക്കത്ത് ചെയ്തി റമദാനെ നിയത്ത് പാറ്റി താൻ ചൊന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ സമയത്ത് നാം പ്രാർത്ഥിച്ചിട്ടുള്ള റമദാനിൽ ആക്കേണ്ട സൽക്കർമ്മത്തെ കുറിച്ച് ഞങ്ങൾ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ മുഅ്മിനീകളെ, ഞങ്ങൾ പഠിച്ചങ്ങായിട്ടിക്കിട ഒന്നും കൂടി അത് ഓർമ്മ പുതുക്കണം. അതായിട്ടിക്കിട നിങ്ങളെ ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. പഠിക്കുക മാത്രമല്ല, പഠിച്ചത് എത്രയോ പഠിച്ചുകൊണ്ടുണ്ട് ജീവിതത്തിൽ. അൽ ഇൽമു മിനൽ മഹ്ദി ഇലൽ ലഹദ്. ഇൽമു പഠിക്കല് തൊട്ടിൽ മുതൽ കട്ടിൽ വരെയായിട്ടിക്കട്. ഉമ്മ താലോലിച്ചിട്ട് പാട്ട് പാടിയിട്ട് ഞങ്ങളുടെ ബൽത്തനക്കത്തെ തൊട്ടില് അത് മുതൽ മയ്യത്ത് കട്ടിൽ വരെ ഇൽമായിട്ടിക്കട് പഠിക്കുന്നത്. പക്ഷെ പഠിച്ചത് കാര്യമല്ല, അതനുസരിച്ച് അമൽ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആയിട്ടിക്കട്. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് സഹാബത്ത് കേർത്ത്, യാ റസൂലുള്ളാഹ്, നബിയെ ഇൽമു നാഫിയ അവിടെ എപ്പോ, ഇൽമു ഉപകാരപ്രദമായ എപ്പോണ്ട് നബിയൊട്ടിക്ക് സഹാബത്ത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ഇദാ അലിമ അമില ബിഹി. പഠിച്ചെങ്കിൽ അവൻ അറിഞ്ഞെങ്കിൽ അവൻ തെരഞ്ഞെങ്കിൽ കണ്ടെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യണം. അപ്പൊ അവന്റെ ഇൽമു ഉപകാരപ്രദമാവോട് ചൊന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇണ്ട് പഠിച്ച ഇൽമു തെൽപാർത്ത് ഡിലീറ്റ് ആവിടെങ്കിൽ അത് ഇൽമു ഉപകാരപ്രദമായിട്ടില്ല എൻ്റെ അർത്ഥമായിട്ടിരിക്കും. വിശുദ്ധ മുഅ്മിനീകൾ, അത് ഒരു ഭാഗത്താണെങ്കിൽ വിശുദ്ധ റമദാനിലാക്കേണ്ട ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ഇബാദത്തുകൾ സത്കർമ്മത്തിൽ വെച്ചിട്ട് ഒന്നാമത്തെ സത്കർമ്മ നോമ്പ്. അത് ഫർളാകപ്പെട്ടതായിരിക്കും. ഞങ്ങൾ നേരത്തെ ഹദീസിൽ ആയത്തിൽ ചൊന്നതുപോലെ. അതായത് ഈ നോമ്പ് ഒരു നീയത്തുണ്ട്. അത് നോമ്പ് പിടിക്കിടെ മുന്നലായിട്ട് വെക്കൊണ്ടാണ് ഫിഖ്ഹി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചൊല്ലിയത്. അല്ലെങ്കിൽ ഉച്ച സമയത്ത് ഉച്ചൽ പിന്നെ വെക്കലല്ല, നോമ്പ് പിടിച്ചിട്ട് വെക്കലല്ല, നോമ്പ് പിടിക്കിടെ മുന്നലായിട്ടിരിക്കും. അത് വെക്കേണ്ട റൂപമായിട്ടിരിക്കും. ഞങ്ങൾ എൻ്റെ ഇപ്പോൾ അത് എങ്ങനെ നോമ്പ് പിടിക്കണു, ഞാൻ നീയത്ത് വെക്കണു. നീയത്ത് ചൊല്ലിയത് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, നീയത്ത് ചൊന്നെങ്കിൽ ഞങ്ങളെ ഖൽബിൽ ഉദിച്ച് പണിക്കത്തതായ ഒരു വാക്കായിട്ടിരിക്കും നീയത്ത്. അപ്പോ നീയത്തില്ലാത്ത ഒരു മനുഷ്യനുക്ക് ഇബാദത്തില്ല, സത്കർമ്മ ഇല്ല. അത് വാസ്തവമായിട്ടിരിക്കും. അഫ്ളലു കിതാബ് ബഅദ കിതാബുല്ലാഹ്. അള്ളാന്റെ ഖുർആനിൽ പിന്നെ ജന്നാമത്തെ സ്ഥാനം കൊടുത്തത് ബുഖാരി ഇമാം തങ്ങളുടെ ബുഖാരി ചൊല്ലിയ ഹദീസ് കിതാബുകളായിട്ടിരിക്കും. അതല്ല ഞങ്ങൾ പഠിച്ചങ്ങായിട്ടിരിക്കണം. ആ കിതാബിൽ ഒന്നാമത്തെ പാഠം ഫസ്റ്റ് വിവരിക്കുന്ന വിവരണം എന്ത് ചൊന്നെങ്കിൽ നീയത്തിലെ പാഠായിട്ടിരിക്കും. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഞങ്ങളെ അമലുകൾ എല്ലാം നീയത്ത് കൊണ്ടായിരിക്കും. വലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യർക്ക് അവന് കരുതിയ ഒന്നുണ്ട്. ഞങ്ങളെ നീയത്ത് സമാക്കണം. ഞങ്ങളെ പൊതുജീവിതത്തിൽ നിങ്ങൾ കേൾക്കുന്ന പദായിട്ടിരിക്കും നീയത്ത്. അല്ലെങ്കിൽ പറച്ചല്, അല്ലെങ്കിൽ ഞങ്ങളെ സാമൂഹിക ജീവിതത്തിൽ നിന്റെ നീയത്ത് സമയമില്ല എന്ന് ചൊല്ലി കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ഞങ്ങൾ നീയത്ത് സമാക്കണം. ഞങ്ങൾ നീയത്ത് സമയമെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്.
സ്പഷ്ട ബുഖാരി ചൊല്ലിയ കിതാബിൽ 1-ാമത്തെ അധ്യായത്തിന് നീയത്തിന്റെ വിഷയത്തിലെത്തിക്കുക. അപ്പൊ ഞങ്ങൾ നീയത്ത് ശരിയുണ്ടെങ്കിൽ എല്ലാം ശരിയായിരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ നീയത്ത് ഇന്നടത്തേക്ക് ഹെൽപ്പിംഗ് നേച്ചർ, അതായത് ഹെൽപ്പ് ആക്കണം, സഹായാക്കണം, നന്നിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ആവണം, സഹായമാവണം, അല്ലെങ്കിൽ ഞാൻ അകക്കെട്ടി കൊടുക്കണം, ഞാൻ മംഗലത്തേക്ക് സഹായമാക്കണം, ഞാൻ അള്ളാന്റെ ദീനിയായ കാര്യത്തിൽ സജീവ സാന്നിധ്യം ഉണ്ടാവണം. ഇങ്ങനെയുള്ള നീയത്തുകൾ വെച്ചിട്ട് ഞാൻ എൻ്റെ ഉമ്മക്ക് ഖിദ്മത്ത് എടുക്കണം, ബാപ്പ ഖിദ്മത്ത് എടുക്കണം, നാട്ടുകാർക്ക് ഖിദ്മത്ത് എടുക്കണം, എല്ലാവരുടെ പ്രീതിക്ക് പാത്രരാവണം. ഇതൊക്കെ ഒരു നീയത്താണ്. അകക്കെട്ടണോ, ഗൾഫിൽ പോകണോ, ആസ്തി അന്തസ്ത് ഉണ്ടാക്കണം, ഇതൊക്കെ നീയത്താണ്. ആ നീയത്തിൽ നല്ലത് കരുതണം. അപ്പൊ നീയത്തിൽ ഒരു കശ്മല വന്നിട്ടുണ്ടെങ്കിൽ നീയത്തിൽ കശ്മല വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ ഉണ്ടായിട്ട് അതിൽ ടോട്ടലി അർത്ഥം. അപ്പൊ അള്ളാഹു നല്ല നീയത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുക, ഇബാദത്ത് ചെയ്യുകയുള്ള തൗഫീക്ക്, സൽക്കർമ്മം ചെയ്യുകയുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ. ഒന്നാമത്തേത് നീയത്ത്, നോമ്പിന്റെ നീയത്താണ്. ഉദാഹരണത്തിന് നാളത്തെ നോമ്പാണെങ്കിൽ നവൈതു സൗമഗദിൻ അൻ അദായി ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഒന്നും കൂടി പഠിച്ചില്ല, ഇതിപ്പോ ഒന്നും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മ പുതുക്കുക, അത്രേ ഉള്ളു. നവൈത്തു ഞാൻ കരുതി, സൗമഗതി നാലത്തെ നോമ്പു ഞാൻ കരുതിയത്, അതായത് ഈ വർഷത്തെ റമളാൻ മാസത്തുള്ള നാലത്തെ നോമ്പിനെ ഞാൻ അള്ളാഹു താലാക്കോട്ട് പിടിച്ചു വിട്ടു. അത്രയുള്ള നീയത്ത്. അത് സ്പഷ്ടമായിട്ടിരിക്കണം, ഉച്ചാരത്തിലായിരിക്കണം, കൽബ് കൊണ്ടല്ല നീയത്ത്. ഉച്ചാരത്തിലാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായതായിരിക്കും നീയത്ത് വെക്കേണ്ടത്. നീയത്തില്ലാത്തവർക്ക് നോമ്പില്ല. വെറും നീയത്ത് വെക്കാതെ നല്ല നോമ്പ് നോക്കി നോമ്പ് സ്വീകാര്യമല്ല. അതായിരിക്കും എൻ്റെ പിരിസത്തെ മുഅ്മിനീങ്ങളെ നീയത്ത് വെക്കേണ്ടത്. നീയത്ത് വെക്കുമ്പോഴത്തേക്കും നല്ലൊരു മനക്കരുത്തുണ്ടാവണം. അതായിരിക്കും നീയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോ ഈ വർഷത്തെ ഫറളായ റമളാൻ നോമ്പ് ഫറളല്ലേ, അത് നിർബന്ധല്ലേ, അത് പിടിക്കാത്തവനക്ക് ശിക്ഷ ഉണ്ട്. നിർബന്ധം കൊണ്ടുള്ള ഉദ്ദേശം അഹ്കാമു ശറയ്യത്തില് ഫർള് നിർബന്ധത്ത് കൊണ്ടുള്ള ഉദ്ദേശം ചെയ്താൽ കൂലിയും ചെയ്യാതിരുന്നാൽ ശിക്ഷയുമാണ്. അപ്പോ ഈ ഫർളായ നിയത്ത്, ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള ഹാദിഹി സനത്തി, ഈ കൊല്ലത്തെ റമളാൻ മാസത്തിൽ നിന്നുള്ള നാലത്തെ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടാൻ ചെന്നിട്ടു നീയത്താക്കണം. എൻ്റെ പിരിശത്തെ മുഅ്മിനീങ്ങളെ, അവിടേക്ക് നീയത്ത് തീർത്ത് ഇൻഷാല്ല ഇന്ന് നോമ്പ് നോക്കട്ടെ. അതിനിടയിലുള്ള ഒരുപാട് ഇബാദത്ത് സൽക്കർമ്മം ഉണ്ടോ, അത് ഇൻഷാല്ല സൽക്കർമ്മത്തെ പാഠ പറയുമ്പോഴത്തേക്ക് അതിൽ വിവരിക്കുക. ഇനി സഹർ, അത്താഴ ചൊല്ലിയത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഒരു ഹദീസുണ്ട്. അതായത് ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമ അഹ്ലിൽ കിതാബി അക്ലുഹു സാം. അതായത് ഞങ്ങളെ നോമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചൊല്ലുക, അതായത് സഹാബത്തോട്ടിക്ക് ഞങ്ങളെ നോമ്പും അഹ്ലുൽ കിതാബ് ജൂതന്മാരുടെ നോമ്പും ഡിഫറൻറ്റ് എന്തെങ്കിൽ അത് സഹരി, അത്താള, ഞങ്ങളുടെ ഭാഷയിൽ അത്താള സഹരി ആയിരിക്കും. സഹരിയിട്ട് അത് സഹർ, അത് ഖുർആന്റെ വചനായിരിക്കും. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അസ്ഹാർ സഹർ. അപ്പൊ കന്നഡത്തിൽ സഹരി ചൊല്ലാറ്, ഞങ്ങളുടെ ഭാഷയിൽ അത്താള. അപ്പോ അത്താള സമയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അത്താഴ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കുന്ന ഇടയിൽ സുബഹി ബാങ്കിന്റെ ഇടയിൽ സഹാബത്തിന് കേർത്ത് എത്ര സമയമുണ്ട്? അപ്പോ 50 ആയത്തിന് സമയ, 50 ആയത്ത് സുബഹി ബാങ്കിന്റെ മുന്നൂറ് 50 ആയത്തിന് സമയ, 50 ആയത്തിന് സമയമായിട്ടിട്ട് ഞങ്ങൾ ഈ അത്താഴ തിന്നുകൂ, അത്താഴത്തെ ഭക്ഷിക്കുകയും യൂസ് ആക്കേണ്ടതിട്ട് ഒരു ഹദീസിൽ പഠിപ്പാട്ട് പിരിച്ചത്തെ മുഅ്മിനീങ്ങളെ. അപ്പൊ അത്താഴ ഒന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ ബമ്പ് കൊച്ചിരി ആൾമാറുള്ള ജമ്പ കൊച്ചിരി ആൾമാറുള്ള ഞാൻ അത്താഴ ഉണ്ടില്ല, ഞാൻ പഠിച്ചിട്ട് പാടില്ല. അത്താഴ മിടുക്കയ സുന്നത്താണ്. തസഹറു ഫഇന്ന സുഹൂറ ബറക. അതായത് നിങ്ങ അത്താഴ ഉണ്ണോರು അതിലൊരു ബർക്കത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്. അതിലൊരു ബർക്കത്ത്, വേറെ ഒരു എക്സ്ട്രാ ബർക്കത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമ സുഹൂറുൽ മുഅ്മിൻ അത്തമർ. അതായത്
ഈത്തപ്പഴ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ പഠിപ്പാട്ടിട്ട് നിങ്ങൾക്ക് അതായത് പിന്നെ നിഅമ സുഹൂറുൽ മുഅ്മിൻ തമർ, മുഅ്മിന്റെ നല്ലത് അത്താല വെച്ചിട്ട് നല്ലത് പിന്നെ ഈത്തപ്പഴ ആയിരിക്കും എന്ന് ചൊല്ലുന്ന ഹദീസിലും പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ തസഹ്വറു ഫഇന്നഹു യസീദു ഫിൽ ഖുവ്വ, നിങ്ങൾ ಅತ್ತಲ ಉಣ್ಣರು നിങ്ങൾക്ക് യസീദു ഫിൽ ഖുവ്വ, ശക്തിയിൽ ഒരു ജാസ്തി ശക്തി കിട്ടുക അത്തല ഉണ്ണണു. മാത്രമല്ല തസഹ്ഹറു വലഹു അലാ ജുർഹി മഅഹ, അത് ഒരു മുറുക്ക് ഒരു ഞങ്ങളുടെ ഭാഷയിൽ ഒരു മുക്കിൽ തന്നെയാണെങ്കിലും ശരി നിങ്ങൾ അത്തല അത് ഇപ്പൊ ഞങ്ങളെ പൊതുജീവിതത്തിൽ ഞങ്ങളെ സാമൂഹിക ജീവിതത്തിൽ ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ ഇത് ഞങ്ങൾ ചൊല്ലാറ് തന്നി കുടിച്ചിട്ട് എനിക്കട മോനെ. അപ്പോ ഒരു ഒരു മുക്കിൽ തന്നെയാണെങ്കിലും കുടിച്ചിട്ട് നിങ്ങൾ അത്താല തിന്നൂറ് അത്താല ഉണ്ണൂറ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നിട്ടു അവസാനമായിട്ട് ചൊല്ലിട്ട് എന്നെങ്കിൽ സലാത്തുല്ലാഹി വത്തസ്ലീമു അലൽ മുതസഹ്ഹരീൻ, അള്ളാഹു പിന്നെ അത്താല ഉടനങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ചൊരിയട്ടെ ചൊന്നിട്ടു. അപ്പൊ അത്താലത്തെ നെഗ്ലക്റ്റ് ആക്കാൻ പാടില്ല. അത്താലത്തെ അത് നിഷേധിച്ചിട്ട് അത് ഇപ്പൊ അതിന് മുത്തള ഇತ್ತು ഞങ്ങൾ ಜಾವಿಗೆ ಎಗನ ಗಂಟೆ 12 ಇತ್ತು ಇನ್ನು ಉಂಡುಟೆ ಕಡಕ್ಕೆ ಸುಬೈ ನಿಸ್ಕಾರ್ತೆ ಏನಿಕ್ಕುವ 6:10 സുബൈ നിസ്കാരത്തെ മുന്നോടി എണിച്ചിട്ട് അത് തഹജ്ജുദിന്റെ പാടായിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീകളെ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയെങ്കിൽ അവന് പിന്നെ പൊറുക്കലിന്റെ ഞങ്ങൾ ആക്കിയ ദോഷത്തെ ഞങ്ങൾക്ക് പടച്ചവന് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു സമയമായിട്ട് അത്താല അത് പിന്നെ ആ ദുആക്ക് ഒരിക്കലും അള്ളാഹു തള്ളപ്പെടാത്ത ഒരു ദുആയിട്ട് അത്താഴത്തെ സമയത്തുള്ള ദുആ, അതായത് തഹജ്ജുദിന്റെ സമയത്തുള്ള ദുആ. അത് കൂടെ ഞങ്ങൾ ഈ സബ്ജക്റ്റിൽ വേണ്ട ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ഞങ്ങൾ അത് വിവരിക്കാം. പ്രിയപ്പെട്ട മുഅ്മിനീകളെ മൊത്തത്തിൽ നിങ്ങൾ അത്താല ഉണ്ണണു. അത്താല ഉണ്ണാണ്ട് എന്തെല്ലാം സ്വയം വന്നതുപോലെ, അതായത് നേരത്തെ ചൊന്ന പോലെ 12 ಗಂಟೆಗೆ ജാവു തിന്നിട്ടേ കിടക്കണേ ആ ഒരു നിയത്ത് വേണ്ട. അത്താല എനിക്ക് ചില നിയത്തോട് കൂടിയിട്ട് അത്താല ഉണ്ടെങ്കിൽ അത് വലിയൊരു മെടുക്കായ സുന്നത്താണ്. പക്ഷെ നിയത്ത് വെക്കുമോ ഞാൻ അത്താലയുടെ ഇത് റസൂലുള്ളാഹിയുടെ പരിപാടി എല്ലാത്തിനും ഒരു നിയത്തുണ്ട് എൻ്റെ പ്രിയപ്പെട്ടു. ഞങ്ങൾ ഓരോ പ്രവർത്തനത്തിൽ നിയത്തും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അത്താല ഉണ്ടെത്തു നോമ്പ് നോക്കിത്ത് നോമ്പ് നോക്കിട്ട് പിന്നെ വിഷയങ്ങളിൽ അത് വിശദീകരണം ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയും. നോമ്പുടെയൊക്കെ വിശദീകരണങ്ങൾ ആർക്ക് എങ്ങനെ നോമ്പ് നോക്കണം, എങ്ങനെ നോമ്പ് പിടിക്കണം. അത്താല ഉണ്ടിട്ടു അത്താല ഉണ്ടതിന്റെ ശേഷം ഞങ്ങളെ ശരീരത്തിൽ മുഴുവനും നോമ്പ് നോക്കും. അതായത് ഹദീസ് ചൊല്ല പോലെ എത്ര ശരീരം നോമ്പ് നോക്കാനുണ്ട്, പക്ഷെ ഇല്ലൽ ജൂ, അതായത് അവനക്ക് വിശപ്പല്ലാതെ വേറെന്തില്ല. അവനക്ക് പിന്നെ ഇല്ലൽ അത്ഷാം, അതും വന്നിട്ട് അവനക്ക് ദാഹല്ലാണ്ട് താകല്ലാണ്ട് വേറെന്തില്ല. അതായത് റമദാനിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അവൻ ആക്കേണ്ട പ്രവർത്തനങ്ങൾ ആക്കില്ല ചൊല്ലതായിട്ട് വാസ്തവം ഞാൻ കൂടെ കണ്ടതില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീകളെ. അപ്പൊ അത്താല ഉണ്ണണു. ഇനി നോമ്പ് തുറക്കുന്ന വിഷയത്തില് ഇൻഷാ അല്ലാഹ് അത് ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ വിവരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അതിൻ്റെ പഠിച്ചത് നോമ്പിടെ ഫസ്റ്റ് ഒന്ന് നീയത്ത് വെക്കരുത്, രണ്ടാമത്തേത് അത്താല മിടുക്കായ സുന്നത്ത് വിഷയമായിട്ടാണ് ഞാൻ വിവരിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ദിവസവും നീയത്തോട് കൂടിയിട്ട് അത്താല ഉണ്ണകൂ അത്താല തിന്നകൂ. ആ റസൂലുള്ളാഹിന്റെ ഹദീസിൽ എന്ത് ചൊന്ത ഒരു പേർക്ക് വെള്ളം തന്നെങ്കിലും കുഴിച്ചിട്ട് അത്താല പിന്നെ ഭക്ഷിക്കുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ചൊന്നിട്ടു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.